ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാന വാർത്ത രാഹുൽ ഗാന്ധി വയനാട് എത്തിയിരിക്കുന്നു. അണികൾക്കും പ്രവർത്തകർക്കും ആവേശമായി രാഹുൽ ഗാന്ധി പഴശ്ശിയുടെ മണ്ണിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം വീണ്ടും എത്തുന്നത് ഇത് ആദ്യമായാണ്. വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി തിരുനെല്ലി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അതിനുശേഷം പിതാവിൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത പാപനാശിനിയിൽ എത്തി. അതാണ് ഈ മണിക്കൂറിലത്തെ ഏറ്റവും പ്രധാന വാർത്ത. എന്തായാലും ഇന്ന് വയനാട്ടിലെ ജനങ്ങളെ വീണ്ടും രാഹുൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അല്പസമയം മുമ്പാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിയത്. അവിടെ ദർശനം പൂർത്തിയാക്കി അദ്ദേഹം പാപനാശിനിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തി. അത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്ത. നരേന്ദ്രമോദി രാജ്യത്തെ വിഭജിച്ചെന്ന കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും വയനാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി. സാമ്പത്തിക തകർച്ചയും അഴിമതിയും കാർഷിക പ്രതിസന്ധി അടക്കമുള്ള 3 വിഷയങ്ങളാവും വോട്ടെടുപ്പിനെ സ്വാധീനിക്കുകയെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. എല്ലാവിധ ആക്രമണങ്ങൾക്കും കോൺഗ്രസ് എതിരാണ്. റഫാലിലെ സുപ്രീം കോടതി നോട്ടീസ് സംബന്ധിച്ച് വിഷയം പഠിച്ചു വരികയാണെന്ന് രാഹുൽ ഗാന്ധി കണ്ണൂരിൽ പറഞ്ഞു. വിശ്വാസ ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകിയ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ശബരിമലയുടെ പേര് പറയാതെ വിശ്വാസ സംരക്ഷണ വിഷയത്തിൽ കോൺഗ്രസ് സർക്കാരിന്റെ നിലപാട് പത്തനംതിട്ടയിൽ രാഹുൽ വ്യക്തമാക്കി. ഒരു സംസ്കാരം, ഒരു ഭാഷ, ഒരു മതം, ഒരു ചരിത്രം എന്ന് പഠിപ്പിക്കുന്ന സംഘപരിവാർ ആശയമല്ല രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന മഹത്തായ പാരമ്പര്യമാണ് കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതിനോട് മൃദു സമീപനം തന്നെയാണ് രാഹുൽ ഇവിടെയും ആവർത്തിച്ചത്. BJPയും RSSനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്റെ പ്രസംഗങ്ങളിൽ രൂക്ഷമായി വിമർശിച്ചു. CPMനെ കുറിച്ചോ സംസ്ഥാന സർക്കാരിനെ കുറിച്ചോ മിണ്ടിയില്ല. CPM തനിക്കെതിരെ എന്തു പറഞ്ഞാലും അവർക്കെതിരെ ഒരു വാക്കുപോലും താൻ പറയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നായിരുന്നു രാഹുലിന്റെ പ്രസംഗം. ചടങ്ങിൽ പ്രസംഗിച്ച മറ്റെല്ലാവരും സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചപ്പോൾ രാഹുൽ മാത്രം അക്കാര്യത്തിൽ മൗനം പാലിച്ചു. ഇടത് സുഹൃത്തുക്കളോട് എന്ന ആമുഖത്തോടെയായിരുന്നു ഇടതുപക്ഷത്തെയും RSSനെയും പറ്റിയുള്ള പ്രസംഗ ഭാഗം. ഇടതുപക്ഷത്തെയും RSSനെയും ഞാൻ വേർതിരിച്ചാണ് കാണുന്നത്. തീർച്ചയായും കേരളത്തിൽ ഞങ്ങൾ ഇടതുപക്ഷത്തോടാണ് പൊരുത്തുന്നത്. പക്ഷേ RSS ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം ഒരിക്കലും ചെയ്തിട്ടില്ല. ഇടതുപക്ഷം ഒരിക്കലും ഭരണഘടനയെയും രാജ്യത്തെയും സ്ഥാപനങ്ങളെയും ചോദ്യം ചെയ്തിട്ടില്ല. സ്ഥാപനങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഈ സ്ഥാപനങ്ങളെ RSSൽ നിന്ന് BJPയിൽ നിന്നും നരേന്ദ്രമോദിയിൽ നിന്ന് രക്ഷിക്കാനാണ് ഞങ്ങളുടെ പോരാട്ടമെന്നും രാഹുൽ പറയുന്നു. അപ്പോഴും ഇടതിനെ തലോടാൻ രാഹുൽ മറന്നിട്ടില്ല. കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ കടം തിരിച്ചടയ്ക്കുന്നതിന്റെ പേരിൽ ഒരു കർഷകനും ജയിലിൽ കഴിയേണ്ടി വരില്ല. 2 ലക്ഷം രൂപ കടമുള്ള കർഷകൻ ജയിലിൽ കിടക്കുകയും 2000 കോടി രൂപ കടമുള്ളവർ പുറത്ത് നടക്കുകയും ചെയ്യുന്ന സാഹചര്യം കോൺഗ്രസ് ഭരണത്തിൽ ഉണ്ടായിട്ടില്ല. RSSനെയും BJPയും പോലെ ജനങ്ങളുടെ മേൽ ഒരു ആശയ സംഹിതയും അടിച്ചേൽപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാവില്ല. നിങ്ങളാണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം, നിങ്ങളുടെ ശബ്ദമാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. നിങ്ങളുടെ ശബ്ദമില്ലാതെ ഈ രാജ്യത്തിന് അർത്ഥമില്ല. RSSന്റെയും BJPയുടെയും ആശയങ്ങളോട് യോജിപ്പിച്ചില്ലെങ്കിൽ അവർ എല്ലാം നശിപ്പിച്ചു കളയും. കോൺഗ്രസ് എന്ന ആശയത്തിൽ തന്നെ തുടച്ചു നീക്കണമെന്ന് നരേന്ദ്രമോദി പറയുന്നു. മോദി, നിങ്ങളെയും നിങ്ങളുടെ ആശയങ്ങളെയും ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോൽപ്പിക്കാം. നിങ്ങൾ ഞങ്ങളെ എത്ര അധിക്ഷേപിച്ചാലും ആക്രമിച്ചാലും അതേ ഭാഷയിൽ മറുപടി ഉണ്ടാകില്ല. സ്നേഹത്തിൻ്റെയും അഹിംസയുടെയും മാർഗത്തിലൂടെ നിങ്ങൾ തെറ്റാണെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തും. മധ്യവർഗത്തിന്റെ കീശ കാലിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ന്യായ് പദ്ധതി നടപ്പാക്കുമെന്നാണ് BJPയുടെ ആരോപണം. ന്യായ് പദ്ധതി നടപ്പാക്കുമ്പോൾ ഒരു മധ്യവർഗക്കാരൻ്റെയും കീശ കാലിയാകില്ലെന്ന് ഉറപ്പു നൽകുന്നുവെന്നും രാഹുൽ പറയുന്നു. 15 ലക്ഷം നൽകുമെന്ന് മോദി പറഞ്ഞതുപോലുള്ള പെരും നുണയല്ല. നൽകാനാവുന്ന പണത്തിന്റെ കാര്യമാണ് കോൺഗ്രസ് പറയുന്നത്. 5 വർഷം കൊണ്ട് 3.6 ലക്ഷം രൂപ പാവപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ടെത്തും. ദാരിദ്ര്യത്തിന്മേലുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് ന്യായ് പദ്ധതി. അതിനുള്ള പണം ഇടത്തരക്കാരിൽ നിന്നല്ല, അനിൽ അംബാനിമാരിൽ നിന്നാണ്. നോട്ട് നിരോധിച്ച മോദി നിങ്ങളുടെ കീശയിലെ പണമെടുത്ത് അംബാനിയുടെ കീശയിലിട്ടു. ന്യായ് പദ്ധതി ചെയ്യുന്നത് തിരിച്ചാണ്. നിങ്ങളുടെ കീശയിൽ നിന്ന് മോദി എടുത്ത പണം ഞങ്ങൾ തിരിച്ചു തരാൻ പോകുന്നു. ഗബ്ബർ സിംഗ് ടാക്സിനെ ഉടച്ചു വാർത്ത ലളിതമായി കുറഞ്ഞ നിരക്കിലുള്ള പുതിയ ചരക്ക് സേവന നികുതിയും നടപ്പാക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.